90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. റെയ്ഡിൽ കണ്ടെടുത്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ച പണമെന്ന് KM ഷാജി. ഒരാഴ്ചയ്ക്കകം മുഴുവൻ രേഖകളും ഹാജരാക്കും. പുറത്തുവരുന്ന വാർത്തകൾ അസത്യമെന്നും KM ഷാജി മാധ്യമങ്ങളോട്. ജോൺ ബ്രിട്ടാസും ഡോക്ടർ V ശിവദാസനും CPIഎമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ. KK രാഗേഷിന് രണ്ടാം ടേമില്ല. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. UDF സ്ഥാനാർത്ഥി PV അബ്ദുൽ വഹാബ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് കേസുകൾ ഹൈക്കോടതി റദ്ദാക്കി. ED നൽകിയ ഹർജിയിൽ ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. സന്ദീപ് നായരുടെ പരാതി വിചാരണ കോടതിക്ക് പരിഗണിക്കാമെന്ന് കോടതി. ED ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചെന്ന വെളിപ്പെടുത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ക്രൈംബ്രാഞ്ചിന്റെ FIR റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേന്ദ്രം നടത്തുന്ന അന്വേഷണത്തിന്റെ നിഷ്പക്ഷത വിധിയിലൂടെ വ്യക്തമായി. മുഖ്യമന്ത്രിയും CPIഎമ്മും പാഠം ഉൾക്കൊള്ളണമെന്നും V മുരളീധരൻ. വിധി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് നിയമവകുപ്പ്. കോവിഡ് രണ്ടാം തരംഗത്തിൽ ഉലഞ്ഞ് രാജ്യം. തുടർച്ചയായി രണ്ടാം ദിവസവും പ്രതിദിന കോവിഡ് കണക്ക് 2 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 2,17,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1185 മരണം. രോഗമുക്തി നിരക്ക് 88.31% കുറഞ്ഞു. നിയന്ത്രണങ്ങൾ ശക്തമാക്കി കൂടുതൽ സംസ്ഥാനങ്ങൾ. കോവിഡ് വ്യാപനം തടയാൻ സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി 2.5 ലക്ഷം പേരിൽ പരിശോധന. വാക്സിൻ എത്തുന്ന മുറയ്ക്ക് വാക്സിനേഷൻ ഊർജിതമാക്കാൻ തീരുമാനം. മാളുകളിലും മാർക്കറ്റുകളിലും നിയന്ത്രണം കടുപ്പിക്കും. ഹോട്ടലുകളും തിയേറ്ററുകളും രാത്രി 9 വരെ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. അവസാനവട്ട ഒരുക്കത്തിൽ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകക്ഷേത്രങ്ങളും. പൂരത്തിന് തൃശൂർ ഒരുങ്ങുന്നത് കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെ. ചടങ്ങുകളിലും ആചാരങ്ങളിലും മാറ്റമില്ല. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം. എറണാകുളത്തടക്കം സ്വകാര്യ ആശുപത്രികളിലെ വാക്സിൻ വിതരണം തടസ്സപ്പെട്ടു. ആലപ്പുഴയിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ നിർത്തി. വാക്സിനേഷൻ ക്യാമ്പുകളിൽ നൽകുന്നത് പരമാവധി 250 കുത്തിവയ്പ്പുകൾ മാത്രം. ഇടുക്കി ജില്ലയിൽ വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുടെ എണ്ണം 58-ൽ നിന്ന് 30 ചുരുക്കി. മുഖ്യമന്ത്രിക്കെതിരായ കോവിഡിയറ്റ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കോവിഡ് സ്ഥിരീകരിച്ച് ഭാര്യയ്ക്കൊപ്പം മുഖ്യമന്ത്രി കാറിൽ സഞ്ചരിച്ചത് പ്രോട്ടോകോൾ ലംഘനം. പ്രോട്ടോകോൾ അറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. വസ്തുതാപരമായല്ല ആരോഗ്യമന്ത്രി സംസാരിക്കുന്നതെന്നും V മുരളീധരൻ. കുംഭമേള സംഘടിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം. കുംഭമേള അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. കുംഭമേളയിലെ ചടങ്ങുകൾ പാതി വഴി അവസാനിപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി ബൻസിദ്ധർ ഭഗത്. കോവിഡ് സ്ഥിരീകരിച്ച സന്യാസിമാരുടെ എണ്ണം 30. KT ജലീലിനെതിരായ ലോകായുക്ത വിധിക്കെതിരെ സർക്കാർ കോടതിയിലേക്കില്ല. KT ജലീൽ രാജിവെച്ച സാഹചര്യത്തിൽ റിട്ട് ഹർജി നൽകേണ്ടതില്ലെന്ന് തീരുമാനം. സർക്കാരിന് നേരിട്ട് ഹർജി നൽകാമെന്ന് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം കിട്ടിയിരുന്നു. ആലപ്പുഴ അഭിമന്യു കൊലക്കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി. RSS പ്രവർത്തകൻ സജയ് ജിത്ത് കീഴടങ്ങിയത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ. കേസിലെ മറ്റൊരു പ്രതി കൂടി കസ്റ്റഡിയിൽ. സംഘർഷ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് വൻ പോലീസ് വിന്യാസം. മൻസൂർ വധക്കേസിലെ രണ്ടാം പ്രതി രതീഷിന്റെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച അന്വേഷണ സംഘം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചോദ്യം ചെയ്തത് രതീഷിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 44 പേരെ. ISRO ചാരക്കേസിൽ K കരുണാകരനെ ബലിയാടാക്കിയെന്ന് KV തോമസ്. കുടുക്കാൻ പലരും ശ്രമിച്ചു. K കരുണാകരന് നീതി ലഭിച്ചില്ലെന്നും KV തോമസ് 24നോട്. V മുരളീധരൻ നമ്പി നാരായണനുമായി കൂടിക്കാഴ്ച നടത്തി. വീട് സന്ദർശിച്ച് വസ്തുതകൾ പുറത്തുവന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി. NSSനെതിരെ വീണ്ടും CPIഎം. G സുകുമാരൻ നായരുടെ നിലപാടിനൊപ്പം സമുദായമുണ്ടാകില്ലെന്ന് മുഖപത്രത്തിൽ വിമർശനം. സമുദായ സംഘടനകൾ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കണമെന്നും RSSന്റെ വാലാകരുതെന്നും A വിജയരാഘവന്റെ ലേഖനം. പശ്ചിമ ബംഗാളിൽ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുന്നത് 45 മണ്ഡലങ്ങൾ.
സംഘർഷങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്ത് കനത്ത സുരക്ഷ. കേന്ദ്രസേനയും രംഗത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിന് ഒരു ദിവസത്തെ പ്രചാരണ വിലക്ക്. കേരളത്തിൽ കാലവർഷം സാധാരണയിൽ കൂടുതലാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടവപ്പാതയ്ക്ക് സാധാരണ മഴയായിരിക്കും ലഭിക്കുകയെന്നും പ്രവചനം. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കില്ല. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സർക്കാർ ഓഫീസ് ജീവനക്കാർക്ക് ഓഫീസിൽ എത്തുന്നതിന് ഇളവ്. ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിന് മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഓഫീസിലെത്തണം. അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ തലത്തിലുള്ള 50% ഉദ്യോഗസ്ഥർക്ക് നിശ്ചിത സമയങ്ങളിൽ ഊഴമനുസരിച്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം. G. സുധാകരനെതിരായ പരാതിയിൽ കേസെടുക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ. അധികാര പരിധിയിലല്ല സംഭവം നടന്നതെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കേസ് കൈമാറണം. കേസെടുക്കാത്ത പക്ഷം നിയമപരമായ മറ്റു വഴികൾ തേടാൻ നിർബന്ധിതമാകുമെന്നും AA ഷുക്കൂർ. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമെന്ന് K. മുരളീധരൻ. തെരഞ്ഞെടുപ്പിനോട് രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ യോജിപ്പ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാകണം ഇനി പാർട്ടിയെ നയിക്കേണ്ടതെന്നും K. മുരളീധരൻ. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് 100 പവൻ കവർന്ന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊല്ലം കുരിപ്പുഴയിൽ കന്യാസ്ത്രീ കിണറ്റിൽ മരിച്ച നിലയിൽ. പാവുമ്പ സ്വദേശി മേബിൾ ജോസഫാണ് മരിച്ചത്. ശാരീരിക ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയാത്തതിനാൽ ജീവനൊടുക്കുന്നുവെന്ന് ആത്മഹത്യാ കുറിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു തരംഗ സാധ്യതയെന്ന് CPIM. LDFന് 80 മുതൽ 101 സീറ്റുകൾ വരെ ലഭിക്കാം. BJP വോട്ടുകൾ പലയിടത്തും നിശ്ചലമായെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പുണ്യമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനകളോടെ വിശ്വാസി സമൂഹം പള്ളികളിൽ ജുമാ നമസ്കാരത്തിനെത്തി. കോവിഡ് സാഹചര്യത്തിൽ വിശ്വാസികളെ പ്രവേശിപ്പിച്ചത് നിയന്ത്രണങ്ങളോടെ. നോക്കാം ദേശീയ വാർത്തകൾ. ഡൽഹി എയിംസിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. കോവിഡ് കൈകാര്യം ചെയ്യാൻ മെച്ചപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ വിധത്തിലാണ് 2ാം തരംഗത്തെ കൈകാര്യം ചെയ്യുന്നതെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹിയിലെ വസതിയിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്നതായി ദിഗ്വിജയ് സിംഗ് അറിയിച്ചു. കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് കോവിഡ്. വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്നു. സമ്പർക്കം പുലർത്തിയവർ പരിശോധന നടത്തണമെന്നും ജാഗ്രത പാലിക്കണമെന്നും സുർജേവാല. ശിരോമണി അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദലിന് കോവിഡ്. രോഗലക്ഷണത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലേർപ്പെട്ടവർ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ട്വീറ്റ്. മുൻ CBI ഡയറക്ടർ രഞ്ജിത് സിൻഹ കോവിഡ് ബാധിച്ച് മരിച്ചു. 68 വയസ്സായിരുന്നു. പുലർച്ചെ 4:30 ഡൽഹിയിലായിരുന്നു അന്ത്യം. ITBP ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ നിർണായക പദവികൾ വഹിച്ചിട്ടുണ്ട്. കർണാടകയിൽ രാത്രി കർഫ്യൂ കർശനമാക്കും. കോവിഡ് വ്യാപനം രൂക്ഷമായ 7 ജില്ലകളിൽ കർഫ്യൂ തുടരും. തുടർ തീരുമാനം ഏപ്രിൽ 20 പ്രഖ്യാപിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണം കടുപ്പിച്ച് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌ. മാർക്കറ്റുകൾ അടച്ചിടാൻ തീരുമാനം. അത്യാവശ്യ സർവീസുകൾ ഓൺലൈനായി സജ്ജീകരിക്കുമെന്നും അധികൃതർ. കോവിഡ് മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കി തമിഴ്നാട്. മാസ്ക് ധരിക്കാത്തതിന് ഒരാഴ്ചക്കിടെ 3 ലക്ഷത്തിനടുത്ത ആളുകൾക്കെതിരെ കേസെടുത്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 11,041 പേർക്കെതിരെയും കേസെടുത്തു. 10,000 റെംഡിസിവിർ വാക്സിൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കർണാടക. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയോട് ചർച്ച നടത്തി ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി ഓം പ്രകാശ്. ഏറ്റവും അടുത്തുള്ള കോവിഡ് വാക്സിനേഷൻ സെന്റർ കണ്ടെത്താനുള്ള സൗകര്യമൊരുക്കി ഗൂഗിൾ മാപ്പും സെർച്ച് ആപ്പും. ലൊക്കേഷൻ മുൻനിർത്തി അടുത്തുള്ള കോവിഡ് ആശുപത്രികൾ കണ്ടെത്താനും സൗകര്യമുണ്ടായിരിക്കും. നീക്കം വാക്സിൻ വിതരണം സുഗമമാക്കുകയെന്ന ലക്ഷ്യത്തോടെ. റെംഡിസിവിറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. ഗുജറാത്തിൽ കോവിഡ് ബാധിച്ച് നവജാത ശിശു മരിച്ചു. സൂറത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 15 ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചത് ഏപ്രിൽ 6.
ഇന്ത്യയിലേക്ക് കടന്ന പാക് പൗരനെ തിരിച്ചയച്ച് സൈന്യം. പാക് നിഗാൽ സ്വദേശി ഗുലാം ഖാദിർ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയത് ഏപ്രിൽ 11-ന്. ജാർഖണ്ഡിലെ വൈദ്യനാഥ് ധാം ക്ഷേത്രത്തിൽ കോൺഗ്രസ് MLA ഇർഫാൻ അൻസാരി പ്രവേശിച്ചതിൽ പ്രതിഷേധവുമായി BJP. ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. അഹിന്ദുവായ അൻസാരിക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കണമെന്നും BJP. ജഡ്ജിക്ക് കോവിഡ് ബാധയുണ്ടായതിനെ തുടർന്ന് INX മീഡിയ കേസ് മാറ്റിവെച്ചു. ഡൽഹി CBI പ്രത്യേക കോടതി ജഡ്ജി MK നാഗ്പാലിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. P ചിദംബരവും കാർത്തി ചിദംബരവും വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഹാജരായത് കോടതി രേഖകളിൽ ഉൾപ്പെടുത്തി. JNU മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി കലാപക്കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് ജാമ്യം. UAPA നിലനിൽക്കുന്നതിനാൽ ഉമർ ഖാലിദ് ജയിലിൽ തുടരും. ഉംഗോട്ട് നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തെ എതിർത്ത് മേഘാലയ സർക്കാർ. പദ്ധതിക്കെതിരെ നിരവധി ഗ്രാമങ്ങളിൽ പ്രതിഷേധം. ഉംഗോട്ട് നദിയിൽ കേന്ദ്ര സർക്കാർ നിർമ്മിക്കാനിരുന്നത് 210 മെഗാവാട്ട്സിന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്. കർണാടകയിലെ 7 ജില്ലകളിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഈ മാസം 20 വരെ നിയന്ത്രണം തുടരുമെന്ന് മുഖ്യമന്ത്രി. തമിഴ് നടൻ വിവേകിന് ഹൃദയാഘാതം. ചെന്നൈ വടപളനി SIMS ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. വിവേകിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥരെ ചുമതല നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തിയതിനുമാണ് അറസ്റ്റ്. ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കി. കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്ക് കോവിഡ്. പനി ലക്ഷണങ്ങളോടെ ബംഗളൂരുവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം മുൻപ് നടത്തിയ പരിശോധനയിൽ കോവിഡ് നെഗറ്റീവായിരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. കനേഡിയൻ പാർലമെന്റിന്റെ ഓൺലൈൻ യോഗത്തിനിടെ MPയുടെ നഗ്നചിത്രം പുറത്തായി. വില്യം ആമോസിന്റെ നഗ്നചിത്രമാണ് പുറത്തായത്. സും കോൾ കട്ടാക്കാൻ മറന്നതാണ് അബദ്ധമുണ്ടാക്കിയതെന്ന് വിശദീകരണം. സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി പാകിസ്ഥാൻ. നടപടി ആഭ്യന്തര കലാപം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, ടെലഗ്രാം, യൂട്യൂബ് എന്നിവയ്ക്ക് വിലക്ക്. കോവിഡ് പശ്ചാത്തലത്തിൽ ജപ്പാനിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയേക്കും. ഒളിമ്പിക്സിന് 100 ദിവസം ബാക്കി നിൽക്കെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിൽ ആശങ്ക. ടോക്കിയോ അടക്കമുള്ള നഗരങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യത. അമേരിക്കയിലെ ഇൻഡ്യാന പോലീസിലുണ്ടായ വെടിവെപ്പിൽ 8 മരണം. ആക്രമണം നഗരത്തിലെ എയർപോർട്ടിനടുത്തുള്ള ഫെഡെക്സ് യൂണിറ്റിൽ. നിരവധി പേർക്ക് പരുക്ക്. 15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുമായുള്ള ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമെന്ന് വിലയിരുത്തി ഫ്രാൻസ്. പ്രതികൾക്ക് 20 വർഷം വരെ തടവ് നൽകുന്ന ബില്ലിന് ഫ്രഞ്ച് പാർലമെന്റിന്റെ അംഗീകാരം. ചരിത്രപരമായ നിയമനിർമ്മാണമെന്ന് ഫ്രഞ്ച് നീതിന്യായ വകുപ്പ് മന്ത്രി എറിക് ഡുപ്പോ. അന്തരിച്ച ഫിലിപ്പ് രാജകുമാരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് പുറത്തിറക്കി ബക്കിംഗ്ഹാം കൊട്ടാരം. പട്ടികയിലുള്ള 30 പേർ. സംസ്കാര ചടങ്ങുകൾ നാളെ. കോവിഡ് പ്രതിരോധത്തിനായി 3ാമത്തെ ഡോസ് വാക്സിൻ ഉപയോഗിക്കേണ്ടി വന്നേക്കുമെന്ന് ഫൈസർ CEO ആൽബർട്ട് ബൗർല. 2ാമത്തെ വാക്സിൻ ഡോസ് സ്വീകരിച്ചതിന് ശേഷം 12 മാസങ്ങൾക്കുള്ളിൽ 3ാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നത് ഉചിതം. കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിവർഷം പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ടി വരുമെന്നും ഫൈസർ CEO. അതിർത്തികൾ തുറക്കുന്നത് പരിഗണിച്ച് ഓസ്ട്രേലിയ. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് അതിർത്തികൾ തുറന്നു നൽകുന്നത് പരിഗണനയിലെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. നൈജീരിയയിലെ 100ഓളം സ്കൂളുകൾ അടച്ചു. നടപടി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ പതിവായതിനാൽ. കഴിഞ്ഞ 2 ആഴ്ചകളെ തട്ടിക്കൊണ്ടുപോയത് 250-ലധികം വിദ്യാർത്ഥികളെ. വേൾഡ് എക്സ്പോയെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമെന്ന് UAE. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 72 സർക്കാർ തല സംഘങ്ങൾക്ക് രൂപം നൽകി. 2021 ഒക്ടോബർ 1 മുതൽ 2022 മാർച്ച് 31 വരെയാണ് എക്സ്പോ. പ്രമുഖ വ്യവസായി MA യൂസഫ് അലിക്ക് നട്ടെല്ലിൽ ശസ്ത്രക്രിയ നടത്തി. ജർമ്മനിയിൽ നിന്നുള്ള പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ ഷെവാർബിയുടെ നേതൃത്വത്തിലുള്ള 25 ഡോക്ടേഴ്സ് അടങ്ങിയ വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. MA യൂസഫ് അലി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ അറിയിച്ചു. സ്പോർട്സ്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 3 വിക്കറ്റിന്റെ ജയം. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 2 പന്ത് ശേഷിക്കെ. ഡേവിഡ് മില്ലർക്ക് അർദ്ധ സെഞ്ചുറി.
ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും യൂറോപ്പ ലീഗ് സെമി ഫൈനലിൽ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ ഗ്രാനഡയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിച്ചത് 2 ഗോളിന്. സ്ലാവിയ പ്രാഗിനെ ആഴ്സണൽ തകർത്തത് മറുപടിയില്ലാത്ത 4 ഗോളിന്. ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ 4ാം T20 ഇന്ന് 4 മത്സരങ്ങളുടെ പരമ്പരയിൽ പാകിസ്ഥാൻ മുന്നിൽ. മത്സരം വൈകിട്ട് 6-ന്. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവറെ ഡിപ്പോയിൽ കയറി മർദ്ദിച്ചയാൾ അറസ്റ്റിൽ. തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുമല വേട്ടമുക്ക സ്വദേശി സജീവനെ. മർദ്ദനം പ്രതി സഞ്ചരിച്ച ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചു. തിരുവനന്തപുരം പാറശാല കുഴിഞ്ഞാവിളയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുഴിഞ്ഞുവിള സ്വദേശി മീന. ഭർത്താവ് ഷാജി പോലീസിൽ കീഴടങ്ങി. അപകട ഭീഷണി ഉയർത്തി കൊല്ലം കരവാളൂർ പിറക്കൽ പാലം. പാലത്തിന്റെ വീതി കൂട്ടണമെന്നാവശ്യം. എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ട പാലം പുനർനിർമ്മാണത്തിൽ നിന്നും ഒഴിവായതെങ്ങനെയെന്ന് നാട്ടുകാർ. കൊല്ലം ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കൊച്ചങ്കര പഞ്ചായത്തിലെ 7, 17 വാർഡുകളിലെ ചില പ്രദേശങ്ങളും നടവത്തൂർ പഞ്ചായത്തിലെ 8ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണിൽ. നിലവിൽ ജില്ലയിൽ 9 പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിയന്ത്രണം. കൊല്ലം ജില്ലയിലെ കരവാളൂർ പഞ്ചായത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. ചേറ്റുകുഴി, ഉണ്ണിക്കുന്ന്, നീലാമാൾ തുടങ്ങിയ മേഖലകളിൽ സ്ഥിതി രൂക്ഷം. പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. പത്തനംതിട്ട റാന്നി വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ചുകളുടെ പരിധിയിലെ വനസംരക്ഷണ സമിതിയുടെ മൈക്രോ പ്ലാൻ പുതുക്കൽ സമാപിച്ചു. പ്ലാൻ തയ്യാറാക്കിയത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ. 5 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് സമാപിച്ചത് കഴിഞ്ഞ ദിവസം. ആലപ്പുഴയിൽ ലോട്ടറി വിൽപ്പനക്കാർക്ക് കള്ളനോട്ട് നൽകിയാൽ പിടിയിൽ. അറസ്റ്റിലായ ആര്യാട് സ്വദേശി രതീഷ്. നോട്ട് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറും പ്രിന്ററും കണ്ടെടുത്തു. കായംകുളം കായലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയത് മുതുകുളം സ്വദേശി മോഹൻദാസിന്റെ മകൻ അതുലിന്റെ മൃതദേഹം. ട്യൂഷന് പോയ കുട്ടി തിരികെ വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആലപ്പുഴ മാവേലിക്കരയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി പ്രഭാതാണ് പിടിയിലായത്. 2ാം പ്രതി ശൂനാട് സ്വദേശി ജിതിൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇടുക്കി തൊടുപുഴയിൽ നാട്ടുകാരെ ആശങ്കയിലാക്കി വീടിന്റെ വാതിലിൽ വിചിത്ര ഭാഷയിൽ എഴുതിയ കത്ത്. ചോരപ്പാടുകളുടെ സാന്നിധ്യം തോന്നിക്കുന്ന കടലാസിലാണ് കത്ത് പ്രത്യക്ഷപ്പെട്ടത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. ഇടുക്കി തൊടുപുഴ തെക്കും ഭാഗത്ത് മധ്യവയസ്കനെ അയൽവാസി പട്ടിയെ വിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. തെക്കുംഭാഗം സ്വദേശി സോമനാണ് അയൽവാസിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇടുക്കി ചെറുതോണി പാലത്തിന്റെ പ്ലാൻ മാറ്റുന്നതിന് കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ തീരുമാനം. അശാസ്ത്രീയമായ രീതിയിൽ പാലത്തിന്റെ പ്ലാൻ മാറ്റിയതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. യോഗത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായി. ഇടുക്കി നെടുങ്കണ്ടം എഴുകുംവയലിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ 1.5 പവന്റെ ആഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. എഴുകുംവയൽ സ്വദേശി സുരേന്ദ്രന്റെ ഭാര്യ ശോഭയുടെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. സമീപത്തെ വീടുകളിലും കവർച്ചാശ്രമം. മൂവാറ്റുപുഴയിൽ 3.5 വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ മാതാപിതാക്കളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി മാജിസ്ട്രേറ്റ്. നടപടി ഡോക്ടേഴ്സിന്റെ ആവശ്യപ്രകാരം. കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്ന് മാതാപിതാക്കൾ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 923 ഗ്രാം സ്വർണം പിടികൂടി. ദുബായിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശി പിടിയിൽ. സ്വർണം കടത്താൻ ശ്രമിച്ചത് ശരീരത്തിൽ ഒളിപ്പിച്ച്. മുട്ടാർപ്പുഴയിലെ 13 വയസ്സുകാരിയുടെ ദുരൂഹമരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. പിതാവ് സനു മോഹനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന്. നിരവധി ദുരൂഹതകളുള്ള കേസാണെന്നും കമ്മീഷണർ 24 അതിരപ്പള്ളിയിൽ ഇടിമിന്നലേറ്റ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അടിച്ചിൽ തൊട്ടിയൂരിലെ മംഗലന്റെ വീടാണ് മിന്നലേറ്റ് ഭാഗികമായി തകർന്നത്. തൃശൂർ തൊട്ടിപ്പാൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഫോട്ടോ എടുക്കുന്നതിനായി ആനയെ ഉപദ്രവിച്ചതിന് 1ാം പാപ്പാനെ അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പാമ്പാടി സുന്ദരന്റെ പാപ്പാൻ കുമ്പളങ്ങി സ്വദേശി കണ്ണൻ. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് നടപടി. പാറളം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AD ജോണിയുടെ കാർ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിൽ കർശന കോവിഡ് നിയന്ത്രണങ്ങൾ. കിടക്കകളുടെ എണ്ണമനുസരിച്ച് പ്രവേശനം പരിമിതപ്പെടുത്തും. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. പാലക്കാട് വസ്ത്രശാലയിലെ 29 ജീവനക്കാർക്ക് കോവിഡ്. വസ്ത്രശാല അടച്ചിടാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഈ മാസം 5 മുതൽ കടയിലെത്തിയവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ വോട്ട് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കുന്നമംഗലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ദിനേശ് പെരുമണ്ണ. അച്ചടിച്ച 7000 പോസ്റ്റൽ ബാലറ്റുകൾ പൂർണ്ണമായി വിതരണം ചെയ്തില്ലെന്ന് പരാതി. വിതരണം ചെയ്ത ബാലറ്റുകളുടെ സീരിയൽ നമ്പർ സംബന്ധിച്ച് ആശങ്ക പരിഹരിക്കണമെന്നും ആവശ്യം. കോഴിക്കോട് പേരാമ്പ്ര ചെറിയ കുമ്പളം റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ശുചിത്വ പദ്ധതിക്ക് തുടക്കം. പദ്ധതി പേരാമ്പ്രയെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യഘട്ടത്തിൽ ശേഖരിച്ച മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 1 കോടി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി കോഴിക്കോട് ഒന്നാമത്. ജില്ല നേട്ടം കൈവരിക്കുന്നത് ഇതാദ്യം. 50,213 പേർ 100 ദിനങ്ങൾ പൂർത്തീകരിച്ചു. മാനന്തവാടി നഗരസഭയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി AIYF. പ്രിന്റിംഗ് ജോലികൾ നിയമാനുസൃതം ടെൻഡർ നടപടികൾ സ്വീകരിക്കാതെ നൽകുന്നുവെന്ന ആരോപണം. നഗരസഭ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് പ്രിന്റിംഗ് വർക്കുകൾക്കായി ചെലവഴിക്കുന്നതെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും AIYF. വയനാട് ജില്ലയിൽ 45 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ സൗകര്യം ഒരുക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക. ജില്ലയിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ സൗകര്യം ഒരുക്കിയത് 45 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ. വയനാട് കുറുമ്പാലക്കോട്ട വിനോദസഞ്ചാര കേന്ദ്രം കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം നടത്തിയ യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കമ്പളക്കാട് സ്വദേശികളായ മുഹമ്മദ് അജ്നാസ്, അതുൽ കൃഷ്ണ, അൻസാർ, ശരത് എന്നിവർ. പ്രതികളെ പിടികൂടിയത് കമ്പളക്കാട് CIP വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ. ഹോട്ടലുകൾ രാത്രി 9 മണിക്ക് അടയ്ക്കണമെന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. കോവിഡ് മാനദണ്ഡം പാലിച്ച് രാത്രി 11 വരെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സർക്കാരിനെ അറിയിച്ചു. വയനാട് ഗൂഡല്ലൂർ മസനഗുഡി പഞ്ചായത്തിൽ വരൾച്ച രൂക്ഷം. നീലഗിരി ജില്ലയിൽ മഴ ഏറ്റവും കുറവുള്ള പ്രദേശമാണ് മസനഗുഡി. വേനൽ ശക്തമായതോടെ ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങി. കാസർകോട്ട് സ്വകാര്യ ആശുപത്രിയിൽ തീപിടുത്തം. അപകടം അശ്വിനി നഗറിലെ സൺറൈസ് ആശുപത്രിയിൽ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് അഗ്നിരക്ഷാസേന. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ഷെയ്ൻ നിഗം നായകനായി എത്തിയ മലയാള ചിത്രം ഇഷ്കിന്റെ തെലുങ്ക് റീമേക്ക് ട്രെയിലർ റിലീസ് ചെയ്തു. തേജ സഞ്ജയും പ്രിയ വാര്യരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അനിൽ ഫിലിപ്പ് സംവിധാനം ചെയ്യുന്ന മൈക്കിൾസ് കോഫി ഹൌസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. കിരൺ ഡെന്നിയാണ് നായകൻ. ബാലകൃഷ്ണ നായകനായി എത്തുന്ന തെലുങ്ക് ചിത്രം അഖണ്ഡയുടെ ടീസർ വൈറലാകുന്നു. ബോയപതി ശ്രീനുവാണ് ചിത്രത്തിന്റെ സംവിധാനം. ടീസറിന് ഇതിനകം 1 കോടിയിലേറെ കാഴ്ചക്കാർ. നോക്കാം ഫാക്ട് ചെക്ക്. നേപ്പാൾ പാർലമെന്റ് അംഗം പാർലമെന്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി വിമർശിക്കുന്നുവെന്ന പ്രചാരണം വ്യാജം. നേപ്പാളിലെന്ന പേരിൽ പ്രചരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് MLA ജഗത് സിംഗ് നേഗിയുടെ ദൃശ്യങ്ങൾ. കോവിഡ് വാക്സിനേഷനായി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യാമെന്ന് വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. കോവിഡ് വാക്സിനേഷനായി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യാമെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ബുക്ക് ചെയ്യാനുള്ള 3 നിർദ്ദേശവും പോസ്റ്റിനൊപ്പം പ്രചരിക്കുന്നുണ്ട്. വാർത്ത വ്യാപകമായി പ്രചരിച്ചതോടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്ത വ്യാജമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ വാക്സിനേഷന്റെ ഭാഗമായി വാട്സാപ്പിലൂടെ രജിസ്ട്രേഷൻ നടത്തുന്നില്ല. കോവിൻ പോർട്ടലിലൂടെയും ആരോഗ്യ സേതു ആപ്പിലൂടെയും മാത്രമേ നിലവിൽ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാനാകൂവെന്ന് PIB വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ചിറ്റൂരിലെ BSP സ്ഥാനാർത്ഥിയാണ് ഹർജി നൽകിയത്. പുതിയ നിയമസഭാ പ്രതിനിധികൾ വന്ന ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന ആവശ്യം. ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിച്ചേക്കും. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ കള്ളപ്പണവേട്ട. 1,05,90,000 രൂപ പിടികൂടി. 3 പേർ പിടിയിൽ. മലപ്പുറം SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വാഹനത്തിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. ചണ്ഡീഗഡിൽ വാരാന്ത്യ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 10 മുതൽ തിങ്കളാഴ്ച കാലത്ത് 5 വരെ നിരോധനാജ്ഞ. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. തീരുമാനം ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ. ഇന്ത്യൻ ആർമി വാഹനങ്ങളുടെ പതാകയുടെ നിറം മാറ്റി ചുവപ്പിൽ നിന്ന് നീലയായിട്ടാണ് മാറ്റിയത്. കശ്മീർ താഴ്വരയിൽ കൂടുതൽ സൗഹാർദ്ദം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഡൽഹിയിൽ പരിശോധിച്ച 70% സ്രവ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചെന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് ഡയറക്ടർ. ചില സാമ്പിളുകളിൽ ഇരട്ട ജനിതക മാറ്റം എന്ന വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. മാർച്ചിൽ നടത്തിയ പരിശോധനയിൽ ബ്രിട്ടീഷ് അതിതീവ്ര വൈറസ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ടെസ്റ്റ്.